കലാംസ് വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ സൈറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2024 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാവുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകാനുള്ള സംവിധാനമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ട് കഴിഞ്ഞാലും അതിനുള്ള ഫോമും അത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പുറമെ ഷിഫ്റ്റിംഗ്, കല്യാണം കഴിഞ്ഞിട്ട് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും പലരോടും, അവരുടെ കാര്യങ്ങൾ ശരിയാക്കാനുള്ള അവസരമുണ്ട്. അതിന് പുറമെ നമ്മുടെ സ്റ്റാറ്റസ് നോക്കാം, നമ്മൾ ഏത് മണ്ഡലത്തിലാണ് ഉള്ളത്, എവിടെയാണ് നമ്മുടെ വോട്ട്, എവിടെയാണ് നമ്മുടെ ബൂത്ത് എന്നുള്ളത് നോക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് പുറമെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഇലക്ട്രോൾ ഫോട്ടോ ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. ഞാനൊരു ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ സെർച്ച് ബട്ടണിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിൻ്റെ സൈറ്റായിട്ടുള്ള eci.gov.in എന്നുള്ള ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ടാപ്പ് ചെയ്യുന്നു. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിന് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പിക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൾ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് സമ്മതിദായകൻ്റെ ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളതാണ്. അത് ഇലക്ട്രോണിക് മെത്തേഡിലാണെന്നുള്ളത് മാത്രം. അതിൽ ഞാൻ ഡൗൺലോഡ് എപ്പിക്ക് എന്നുള്ളത് ഞാൻ ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ക്രീൻ വരുന്നത് പറഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരു ഇത് വരുന്നത്. ഡൗൺലോഡ് എപ്പിക്ക് കാർഡ് എന്ന് വീണ്ടും ടാപ്പ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനെ ഇതാണ്. 5 സെക്കൻഡിനുള്ളിൽ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുന്നു. ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇതാണ്. അതിൽ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ, സൈൻ ഇൻ എന്നൊക്കെ കാണും. അപ്പോൾ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യണം, അതല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക്ക് ഡൗൺലോഡ് എന്നുള്ളതാണ് നമ്മളിലേക്ക് പോകുന്നത്. എപ്പിക്ക് ഡൗൺലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഗിൻ എന്ന് കാണുന്നുണ്ട്. ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നമുക്ക് ID-യും പാസ്വേഡും ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് പോകാമെന്നാണ്. സൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ID-യും പാസ്വേഡും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്നും കൂടി നോക്കിയിട്ട് ജസ്റ്റ് പോകാം. അപ്പോൾ അതിൽ ഞാൻ സൈനപ്പ് കൊടുത്തപ്പോൾ 2 ഓപ്ഷനാണ് വരുന്നത്. ഇന്ത്യൻ റെസിഡൻസ് ഇലക്ട്രോള്, ഇന്ത്യൻ ഓവർസീസ് ഇലക്ട്രോള്. ഇത് മുകളിലുള്ള ഇന്ത്യൻ റെസിഡൻസ് ഇലക്ട്രോള് പറയുന്നത് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന പൗരന്മാരുടെയാണ്. അതേസമയത്ത് രണ്ടാമത് ഇന്ത്യൻ ഓവർസീസ് എന്ന് പറയുന്നത് വിദേശ രാഷ്ട്രങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് പോയിട്ടുള്ള പൗരന്മാരുടെയാണെന്ന്. അപ്പോൾ അതിൽ നമ്മൾ മൊബൈൽ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ ഞാൻ അടിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ക്യാപ്ച, ഇമെയിൽ ID ഓപ്ഷണലാണ്, വേണമെങ്കിൽ അടിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഒന്ന് മാറ്റിയിട്ട് അടിക്കുകയാണ്. ചില ക്യാപ്ചകൾ വായിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. HY4WRR ഞാൻ അതിന് ശേഷം കണ്ടിന്യൂ ടാപ്പ് ചെയ്തു. കണ്ടിന്യൂ ടാപ്പ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന പേജ് ഇതാണ് അല്ലേ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുകയാണ്. ഞാനെല്ലാം അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ OTP റിക്വസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ വെരിഫിക്ക് കൊടുത്തു. യു ആർ സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ്, കൈൻഡ്ലി ലോഗ് വിത്ത് യുവർ ന്യൂ ക്രെഡൻഷ്യൽ എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇതിൽ എനിക്ക് ID ഉണ്ടാക്കി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ലോഗിൻ ചെയ്ത് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനിലേക്ക് വന്നിരിക്കുന്നത്. ഞാനത് നമ്പർ അടിച്ചു കൊടുക്കുന്നു. രജിസ്ട്രേഷൻ നമ്പറാണ്, അല്ല എൻ്റെ ഫോൺ നമ്പറാണ് എൻ്റെ ID ആയിട്ട് വന്നിരിക്കുന്നത്. പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ക്യാപ്ച അടിച്ചു കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് റിക്വസ്റ്റ് OTP ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യുന്ന സമയം ഞാൻ അതിൻ്റെ OTP കൂടി അടിച്ചു കൊടുത്തു. ഓക്കെ, വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുത്തു. അപ്പോൾ പിന്നെ അതിൽ വന്നു, അതായത് മുകളിൽ എൻ്റെ പേര് ഡീറ്റെയിൽ അത് ആരുടെയാണ് അടിച്ചു കൊടുത്തത് മുഴുവൻ വന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് എപ്പിക് ഡൗൺലോഡിലേക്ക് പോവുകയാണ്. എപ്പിക് ഡൗൺലോഡ് പോകുന്ന സമയത്ത് നമ്മുടെ എപ്പിക്കിൻ്റെ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സംസ്ഥാനം തിരഞ്ഞെടുക്കുകയാണ്. അവിടുത്തെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് വരുന്നു. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. അതിൽ എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വരുന്നുണ്ട്. ഒന്നാമത്തെ എപ്പിക്കിൻ്റെ നമ്പർ വരും, രണ്ടാമത്തെ പേര് വരും, പിന്നെ ഫാദറിൻ്റെ നെയിം വരും, ജില്ല വരും, സംസ്ഥാനം വരും. അതുകൂടാതെ ഏത് നിയമസഭ മണ്ഡലം വരും. അതിനപ്പുറത്ത് ഫോണിൻ്റെ അവസാനത്തെ 4 അക്കവും വരുന്നുള്ളതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മൾ എപ്പിക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു OTP നമുക്ക് വരുന്നുണ്ടാവും. അതും കൂടി അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ OTP വന്നത് അടിച്ചു കൊടുത്തു. അപ്പോൾ OTP വെരിഫിക്കേഷൻ ഡൺ സക്സസ്ഫുള്ളി എന്നുള്ളത്. പിന്നെ ഡൗൺ എപ്പിക് അത് ഞാൻ ടാപ്പ് ചെയ്തു സ്റ്റാർട്ടിങ് ഡൗൺലോഡ് ഓപ്പൺ ഫയൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് PDF പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളുടെ എപ്പിക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നോക്കുക, വളരെ ഭംഗിയായിട്ടുള്ളത്. അതായത് ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കളർ ഫോട്ടോവിൻ്റെ സെയിം ആയിട്ടുള്ള ഫ്രണ്ടും ബാക്കും, അതിന് പുറമെ ഒരു QR കോഡ്, അതിന് തൊട്ട് വലത് ഭാഗത്തായിട്ടുള്ള ഒരു പോർഷൻ. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇലക്ഷൻ ID കാർഡിന് നമ്പർ ഉണ്ടാവും. അതുകൂടാതെ വോട്ടർ പട്ടികയിൽ നമ്മുടെ ക്രമ നമ്പറും ഉണ്ടാവും. പിന്നെ അതിന് തൊട്ട് താഴത്തായിട്ട് തന്നെ ഏത് നിയോജക മണ്ഡലമാണ് എന്നുണ്ടാവും. അതിന് തൊട്ട് താഴെയായിട്ട് പോളിംഗ് സ്റ്റേഷനും പാർട്ട് നമ്പറും എല്ലാ ഡീറ്റെയിൽസും അതിൽ വരുന്നു എന്നുള്ളതാണ്. ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് വോട്ട് ചെയ്ത് വരാനുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. ഓക്കെ, എടുക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, റെക്കോർഡിംഗ് ഉണ്ടല്ലോ. വളരെ വിശാലമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ് അതിൽ, യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന്, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ, അതിൻ്റെ സൈറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനോട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ സമ്മതിദാനാവകാശം പറഞ്ഞാൽ വളരെ സ്വകാര്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് വേറൊരു ബൂത്തിൽ പോയി അവരുടെ അടുത്ത്, ഏതെങ്കിലും പാർട്ടിക്കാരുടെ അടുത്ത് പോയി നമ്മളുടെ ഇലക്ട്രോൾ റോളിൻ്റെ, അതായത് വോട്ടർ പട്ടികയുടെ നമ്പർ വാങ്ങിച്ച് അതിനുശേഷം വോട്ട് ചെയ്യാൻ പോകുന്നവർ മോശമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലാപ്പിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൂടി നമ്മൾ ചെയ്തു നോക്കുക. എന്നിട്ട് നല്ല ഒരു ഇലക്ട്രോൾ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുമായിട്ട് ഇലക്ഷന് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വിഷയവുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.